ടി ജി, ഇന്ന് പത്രത്തിലൊരു വലിയ വാർത്തയുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ കറുത്ത ഏട് എന്ന് സാമാന്യബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും പറഞ്ഞിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്നത് ഇനി മേലാൽ ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ ഭരണഘടനയുടെ കൊലപാതകമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് BJP ഒരു തീരുമാനം എടുക്കുകയും അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത്? ഇതിൻ്റെ ഒരു പ്രശ്നമേ BJPയുടെ ഒരു തിരിച്ചറിവിൻ്റെ ലക്ഷണമാണിത്. BJP അഥവാ RSS അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഐതിഹാസികമായ സമരമാണ് നടത്തിയത്. 3 ഗ്രൂപ്പാണ് ബേസിക്കലി അതിലുണ്ടായിരുന്നത്. അതിലേറ്റവും വലിയ ഗ്രൂപ്പ് RSS ആയിരുന്നു. ബാക്കിയുള്ളത് വളരെ ചെറുതായിരുന്നു. പക്ഷേ 2 ഗ്രൂപ്പ് വേറെ ഉണ്ടായിരുന്നു. ഒന്ന് നക്സലൈറ്റുകൾ, വേറൊന്ന് ഗാന്ധിയന്മാർ. ഈ 3 ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചിരുന്നെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമി കാര്യമായ റെസിസ്റ്റൻസിനൊന്നും പോയില്ല. അവർ ട്രിബ്യൂണൽ വഴിക്കൊക്കെ നിരോധനം നീക്കിക്കിട്ടാനൊക്കെ ശ്രമങ്ങൾ നടത്തിയതേ ഉള്ളൂ. അടിയന്തരാവസ്ഥയുടെ പ്രധാന ഘടകം അടിയായിരുന്നു, തല്ലുകിട്ടും. അപ്പോൾ ഇത് കൊള്ളാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവണം. അതായിരുന്നു ഇതിനകത്ത് പ്രധാനമായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചൊരു സാധനം. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് പോയി. ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെയും വാശി പോയി. അതേ ഇന്ദിരാഗാന്ധി 1980 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു, അധികാരത്തിൽ വന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയവരെയോ അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചവരെയോ 10 പൈസ പെൻഷൻ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. RSS തത്വാധിഷ്ഠിത നിലപാടെടുത്തു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്ത സേവനത്തിന് നമ്മൾ പ്രതിഫലം വാങ്ങിച്ചുകൂടാ. ഗ്രേറ്റ്, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ബട്ട് പോകെ RSSും BJP എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥയെ ഇട്ട് കളഞ്ഞു. ഇപ്പോൾ വയസ്സായ RSSകാരുടെ ഒരു ആണ്ടറുതി ചടങ്ങ് പോലെയാണ് അടിയന്തരാവസ്ഥ സ്മരണം നടക്കുന്നത്. സാറ് കണ്ടു കാണും, എറണാകുളത്തുമൊക്കെ ഒരെണ്ണം ഉണ്ടാവും. BTHലോ അവിടെ എവിടെയോ നടത്തുന്നു. ഒരു 50-60 പേരുണ്ടാവും. അവരെല്ലാവരും ഇൻവേരിയബിളി ഒരു 60 വയസ്സ് കഴിഞ്ഞ RSSകാരുമായിരിക്കും. അതുകൂടാതെ ഇതിനോട് താല്പര്യം അന്നുണ്ടായിരുന്ന പരിവർത്തനവാദി കോൺഗ്രസ്സിലെ അവർ കുറച്ച് ആരെങ്കിലും ഏതെങ്കിലും ദിവ്യനെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. ഇങ്ങനെ ഇതൊരു ആചരണമായിട്ട് മാറി. ഇതിനെപ്പറ്റി രാഷ്ട്രീയ രംഗത്തുള്ള BJP സംസാരിക്കാതെയായി. BJPക്കാർ മറന്നുപോയി, തലമുറകൾ കടന്നുപോയി. 49 വർഷം കഴിഞ്ഞു അടിയന്തരാവസ്ഥ വന്നിട്ട്. സാർ നോക്കുക, അടിയന്തരാവസ്ഥയുടെ സമയത്ത് കുറഞ്ഞതൊരു 15 വയസ്സുണ്ടാവുക, ഒരല്പം രാഷ്ട്രീയ ബോധം ഉണ്ടാവുക. ഇങ്ങനെയുള്ളൊരു പയ്യന് മാത്രമേ അടിയന്തരാവസ്ഥ എന്താണെന്ന് ഓർമ്മയുണ്ടാവുള്ളൂ. അവനിപ്പോൾ 49ഉം 15ഉം 64 വയസ്സെങ്കിലും വേണം. അപ്പോൾ 64 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്മരണ പോലും ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അറിയില്ല. ആരും സംസാരിക്കുന്നില്ല, ആരും ഓർമ്മിപ്പിക്കുന്നില്ല. ഒരു പുസ്തകവും എഴുതപ്പെട്ടില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ കുറേ പുസ്തകങ്ങൾ അവരവരൊക്കെ എഴുതിയിരുന്നു. കുൽദീപ് നയ്യാർ എഴുതി, അവരവരൊക്കെ എഴുതി. ആ പുസ്തകങ്ങൾ പോലും ഇപ്പോൾ കിട്ടാനില്ല. ഓൾ ദ ജനതാ മെൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ അന്വേഷിച്ച് കിട്ടിയില്ല, മാർക്കറ്റിലില്ല. ഞാൻ പിന്നെ പഴയ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് കടം വാങ്ങിച്ച് അങ്ങനെ കാണാൻ പുസ്തകം തരാൻ പേടി, കാരണം തിരിച്ച് കിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇല്ല സാർ ഞാൻ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് വായിച്ച് തിരിച്ചു കൊടുത്തു. അതിൽ ഈ പഴയ ജനതാ പാർട്ടിയുടെ ഒക്കെ കഥകളൊക്കെ ഉണ്ട്. അന്ന് മറ്റേ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആവാൻ ശ്രമിച്ചതും ചരൺ സിംഗിൻ്റെ റോള്, ജഗജീവൻ റാമിൻ്റെ റോള്, അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ക്യാരക്ടേഴ്സിനെ തന്നെ ആൾക്കാർ മറന്നുപോയി. ജഗജീവൻ റാം എന്ന് പറയുന്ന ഒരു അതികായനെ എത്ര പേര് ഓർക്കുന്നുണ്ട്? ചരൺ സിംഗ് 40 ദിവസം പ്രധാനമന്ത്രിയായിരുന്നു എന്ന് എത്ര പേര് ഓർക്കുന്നുണ്ട്? ഇങ്ങനെ ആ ഹോൾ പീരീഡ് ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. കോൺഗ്രസ് ഇത് എൻജോയ് ചെയ്യും. കോൺഗ്രസ് മിണ്ടാൻ പോയില്ല, കോട്ടെ. കാരണം അവർക്ക് എംബരാസ്മെൻ്റ് ഉണ്ടാകുന്ന ശരിയാണ്, വിട്ടു. അല്ലെ അങ്ങനെ എല്ലാവരും മറന്നു. കർണാടകത്തിൽ. എന്നിട്ട് ഇപ്പോൾ ഇത് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതേ ഭരണഘടന വെച്ചിട്ട് കോൺഗ്രസ് തിരിച്ചു വരട്ടാൻ തുടങ്ങി ബി ജെ പിയെ. അപ്പോഴാണ് ബി ജെ പിക്ക് മനസ്സിലാവും വി മെയ്ഡ് എ കാർഡിനൽ മിസ്റ്റേക്ക്. ഇത്രയും വലിയ ത്യാഗം നമ്മൾ സഹിച്ചിട്ട് ഇപ്പം നമ്മുടെ ത്യാഗത്തിന് വിലയില്ല, നമ്മുടെ ആൾക്കാർക്ക് പോലും അറിയില്ല, നമ്മുടെ പിള്ളേർ എന്താ ചേട്ടാ അടിയന്തരാവസ്ഥ, എനിക്ക് പ്രാന്താകുന്നു. മെനി പീപ്പിൾ കോൺടാക്റ്റഡ് മീ. രാത്രി 9 മണിക്ക് ചർച്ച, അടിയന്തരാവസ്ഥ എന്താ സാധനം, എന്താ ദേവറസ് ജി ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി എന്ന് പറയുന്നു, എഴുതിയോ, എന്താ സംഭവം അറിയില്ല. അവരുടെ കുറ്റമല്ല, അവർക്ക് പ്രായമില്ല, അവർ ആരും പറഞ്ഞിട്ടില്ല, ഇത് ഹിസ്റ്ററിയിൽ ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ബി ജെ പി ആ തെറ്റ് തിരുത്താൻ തുടങ്ങുകയാണ്. എല്ലാ വർഷവും ജൂൺ 25 അടിയന്തരാവസ്ഥയുടെ വാർഷികമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇത് വളരെ നേരത്തെ തന്നെ കൊണ്ടാടാവുന്ന സാധനമായിരുന്നത്. ഇപ്പോൾ കർണാടകത്തിലേക്ക് സ്നേഹലത റെഡ്ഡിയെ പോലെയുള്ള ആളുകൾ എത്രയോ ഭീകരമായിട്ടുള്ള രീതിയിൽ കൊല ചെയ്യപ്പെട്ടതാണ്. പിന്നെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഒരുപാട് മേഖലകളിലുണ്ടായി. നമ്മളുടെ ഇവിടെയും പോലും ഇപ്പോൾ രാജൻ സംഭവമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അറിയില്ല, ആർക്കും അറിയില്ല. രാജൻ കേസ് അറിയില്ല. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും തല്ലിക്കൊല്ലുകയും കത്തിച്ച് കളയുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിന് തീരെ അറിയില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. ശരി, ഇന്നലെ ജസ്റ്റ് യെസ്റ്റർഡേ ഒരു ചെറുപ്പക്കാരൻ എന്നോട് യാദൃശ്യമായിട്ട് സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് കെ രാംകുമാർ സാറിൻ്റെ കാര്യം ഇങ്ങനെ ഏതോ കേസിൻ്റെ കാര്യത്തിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജൻ കേസിലൂടെയാണ് രാംകുമാർ സാറ് പ്രോമിനൻസിൽ വരുന്നത്. ഞാനൊക്കെ ശ്രദ്ധിക്കുന്നു. അതിന് മുമ്പ് അദ്ദേഹം വക്കീലായിരുന്നില്ല എന്നല്ല, എൻ്റെയൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെയൊക്കെ ശ്രദ്ധയിൽ രാംകുമാർ സാറിൻ്റെ പേര് വരുന്നത് രാജൻ കേസിലാണ്. ഈശ്വരയ്യരായിരുന്നു അഡ്വക്കേറ്റ്, രാംകുമാർ സാറ് അസിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ രാംകുമാർ സാറിൻ്റെ പേരും പേപ്പറിൽ വരുമായിരുന്നു. അപ്പോഴാണ് ഇയാൾ ചോദിക്കുന്നത് എന്ത് രാജൻ കേസ്. ഇപ്പോൾ രാജൻ കേസ് എന്ന് വെച്ചാൽ വിശ്വവിഖ്യാതമായ കേസാന്നുള്ള മട്ടിലാണ് ഞാനങ്ങ് തട്ടിവിടുന്നത്. ഈ കക്ഷി എൻ്റെ കാറ്റൂരിക്കളഞ്ഞു, എന്താ രാജൻ കേസ്. ഞാൻ പറഞ്ഞു അതൊക്കെ പറയാൻ പോയാലും ഒരുപാടുണ്ട്, പോട്ടെ നമ്മുടെ വിഷയം അതല്ലല്ലോ എന്ന് പറഞ്ഞു വിട്ടു. എന്ത് ചെയ്യും, രാജൻ കേസ് അറിയില്ല. അത് ഈശ്വരവാര്യർ, അച്യുതമേനോൻ്റെ അന്നത്തെ ധർമ്മസങ്കടങ്ങൾ, അതൊന്നും ആർക്കും ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പാടില്ലാത്ത അധ്യായങ്ങളെത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വലിയ സംഭവമാണല്ലോ തുർക്കുമാൻ ഗേറ്റ്. അതെ, അത് തുർക്കുമാൻ ഗേറ്റ് നമുക്ക് പറയാമെന്നല്ലാണ്ട് ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. സഞ്ജയ് ഗാന്ധിയുടെ വീരസാഹസിക കഥകളൊക്കെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അന്ന് അക്കാലത്ത് ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. സഞ്ജയ് ഗാന്ധി ഒരു കഥാപാത്രമായിരുന്നു എന്ന് ആരും ഇപ്പോൾ അറിയുന്നില്ല. മാത്രമല്ല കോൺഗ്രസ് സഞ്ജയ് ഗാന്ധിയെ ഡംപ് ചെയ്തു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ PS? അല്ലേ, കോൺഗ്രസിൻ്റെ വാങ്മയത്തിൽ എങ്ങും തന്നെ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന നേതാവില്ല. അവരുടെ വലിയ ഫ്ലക്സ് പുറകിൽ KPCC സമ്മേളനം, എല്ലാ ഗാന്ധിമാരുടെയും പടം ഉണ്ടാകും, സഞ്ജയ് ഗാന്ധിയുടെ ഉണ്ടാവില്ല. കുറച്ച് സമയത്തേക്കാണെങ്കിലും സഞ്ജയ് ഗാന്ധി അവരുടെ വലിയൊരു നേതാവായിരുന്നല്ലോ. നെഹ്റു കുടുംബത്തിൽ തന്നെയാണല്ല. രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോലെ ഫോട്ടോ കാണിക്കാവുന്നതും ദാരുണ മരണത്തിന് ഇരയായതുമായ ഒരാളാണ് സഞ്ജയ് ഗാന്ധി. പക്ഷേ സഞ്ജയ് ഗാന്ധിയെ പറ്റി ഒരു അക്ഷരം മിണ്ടുക പോലുമില്ല. ഇവർ നെഹ്റു കുടുംബത്തിൻ്റെ ത്യാഗം പറയും. ഇന്ദിരാഗാന്ധി പിടിയേറ്റ് മരിച്ചു, രാജീവ് ഗാന്ധി ബോംബെ ഇതിൽ കൊല്ലപ്പെട്ടു, ഈ കുടുംബം ഇതിൽ കവിഞ്ഞ് എന്ത് ത്യാഗം സഹിക്കണം. ഈ മൂന്നാം ഗാന്ധിയുടെ പേരെന്താ പറയുന്നത്? സഞ്ജയ് ഗാന്ധി പ്ലെയിൻ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. പറയണ്ടേ? ആക്സിഡൻ്റാണ്, തീവ്രവാദ പ്രവർത്തനമല്ല, പക്ഷേ ആക്സിഡൻ്റാണ്, അകാലത്തിൽ മൃതനായ ആളാണ്. പറയില്ല പേര്, കാരണം അവർക്കറിയാം പേര് കുഴപ്പമാണ്, അത് വിട്ടേക്ക്. ഇവരാണെങ്കിലോ ദേ വെയർ ബ്ലിസ്ഫുള്ളി അൺഅവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം. ഇപ്പോൾ ഈ ആയുധം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് BJPക്ക് ഉണർവുണ്ടായിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണെന്ന് ഇങ്ങനെയാണ്. അടിയന്തരാവസ്ഥയും സ്വേച്ഛാധിപത്യവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്ന രാഷ്ട്രീയ സന്ദേശം നൽകാൻ ഈ അടിയന്തരാവസ്ഥ സ്ഥിരമായിട്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചേക്കാം. കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ യൂത്തിനൊന്നും അറിയില്ല എന്നുള്ളത് ശരിയാണ്. കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒന്നും നമ്മളുടെ ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ നമുക്ക് കിട്ടിയതാണെന്ന്, നമ്മളെന്നും സ്വതന്ത്രരായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും അവർക്ക് ഉണ്ടാവുമ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ സംഭവിക്കുന്ന വലിയ തയ്യാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വാതന്ത്ര്യത്തിന് വിലയില്ല. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ബോധ്യം അവർക്കില്ല. അടിയന്തരാവസ്ഥ എന്താണെന്നറിയില്ല. അന്നെങ്ങനെയാണ് നമ്മളുടെ പൗരാവകാശങ്ങൾ മുഴുവനുമായിട്ട് പർജ്ജയപ്പെട്ടത്, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായി പലയിടങ്ങളിലും വലിയ ദുരന്തങ്ങൾ ഓരോ വ്യക്തികളും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാത്തതായിട്ടാണ്. അതുകൊണ്ടാണ്
ഈ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് TJ വിളിച്ചിട്ട് അതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? പല പുതിയ കക്ഷികളും പുതിയ BJP നേതാക്കളൊക്കെയാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത്. സാർ, ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ എവിടെയെങ്കിലും എഴുതി അപ്പോഴല്ലേ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. ഇത് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു ബോംബ് വീഴുന്നു, അടിയന്തരാവസ്ഥ, ഇത് എന്ത് കുന്തം. അപ്പോൾ പിന്നെ കൈ കിട്ടിയ കളവന്മാരെ വിളിച്ചിട്ട് എന്താ ചേട്ടാ ഈ സംഭവം മനസ്സിലാക്കിയിട്ട് മിനിമം ഇൻഫർമേഷൻ വേണമല്ലോ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ. അത് ചരിത്രം അങ്ങനെ വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചുകൊണ്ടുവരുന്നു. അല്ല, ഞാൻ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിൻ്റെ 150-ാം വർഷം ആഘോഷിക്കാൻ ഞങ്ങളൊരു 4-5 ആവേശ കമ്മിറ്റി ഒരു ചെറിയ യോഗമൊക്കെ കൂടി നമുക്ക് അടിച്ചു പൊളിച്ച് നടത്തണമെന്ന് എൻ്റെ പിയേഴ്സും ക്ലച്ച് പിടിച്ചില്ല, ഒരു മനുഷ്യനും സഹകരിച്ചില്ല. അത് വീണുപോയി. ഞങ്ങൾ പിന്നെ അവസാനം നാണക്കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്ത ഹോളും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട്, കാരണം 150 വർഷം മുമ്പ് കഴിഞ്ഞ ആരും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആരുമില്ല, അതിൻ്റെ ചരിത്രം എങ്ങുമില്ല. പണ്ടെന്നും നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ ഝാൻസി റാണി, താന്തിയ തോപ്പ്, ഇതൊന്നും ഇപ്പോഴില്ല. ഇപ്പോഴത്തെ സോഷ്യൽ സ്റ്റഡീസിൽ അതൊക്കെ പോയി, ഇപ്പം പഴയതല്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. ഞങ്ങളും അങ്ങ് ഇട്ട് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ തലമുറയും കടന്നു പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു മേൽവിലാസവും ഉണ്ടാവില്ല. എത്ര മനുഷ്യർ, എത്ര ത്യാഗം, എത്ര തവണ സഹിച്ചാണ് നമ്മളിവിടം വരെ എത്തിയതെന്നുള്ള ഒരു ചെറിയ സ്മരണ യുവതലമുറയ്ക്ക് ഉണ്ടാവണ്ടേ. അതിനുള്ള ഒരു നീക്കവുമില്ല. ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. വാസ്തവത്തിൽ ഇപ്പോൾ ഇത് സംഭവിച്ചത് പൊളിറ്റിക്കൽ റീസൺസ് ആണല്ലേ. ചരിത്രത്തോടുള്ള പ്രതിബദ്ധതയേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിനെ തിരിഞ്ഞു കുത്തണം, ഈ ആയുധം ഇങ്ങനെ അവർ ഇട്ട് കളിക്കരുത് എന്നുള്ള വാശിയാണ് BJP കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. അല്ലാതെ നാട്ടുകാർ ചരിത്രം പഠിക്കട്ടെ എന്ന് വിചാരിച്ചുള്ള ഒരു ചിന്തയൊന്നുമല്ല. പൊളിറ്റിക്കൽ വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അങ്ങനെയെങ്കിലും ചരിത്രം പഠിച്ചോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാനും അതിനകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 2 ഇമ്പാക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണോ എന്ന് വർഷത്തിലൊരിക്കലെങ്കിലും ആളുകൾ ചർച്ച ചെയ്യാനായിട്ടുള്ള സാധ്യത. 2, BJPക്ക് പോലും ഇനി അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു സാധനം കൊണ്ടുവരുന്നതിനുള്ള വിമുഖത ഇതിലൂടെ ഇങ്ങനെ ഊട്ടിയുറപ്പിടുക. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്ന രീതിയിലൂടെ സംഭവിക്കുന്നത്. ചരിത്രം അങ്ങനെ ഒരു ആയുധമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഓർമ്മകളെ കുറച്ചും കൂടി ഗൗരവങ്ങളായിട്ട് മാറ്റാൻ നന്നാവുമെന്ന് വിചാരിക്കാം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.